ഡോക്ടർ മഞ്ജുനാഥ് കേസിൽ പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായിട്ടുള്ള പ്രതാപ്ജി പണിക്കരാണ് നമ്മുടെ കൂടെയുള്ളത്. ചെറിയ വിധിയിൽ കേസിനകത്ത് വിധി പ്രോസിക്യൂഷൻ തൃപ്തിയുണ്ട്. കാരണം സാധാരണഗതിയിൽ ഒരു ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞാൽ ഉത്തരവിടുമ്പോൾ അതിനോടൊപ്പമുള്ള മറ്റു ശിക്ഷാ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷകളും അതിനോടൊപ്പം അനുഭവിച്ചാൽ മതി എന്നാണ് സാധാരണ ഉത്തരവിടാറുള്ളത്. എന്നാൽ ഇവിടെ പ്രത്യേകമായി കോടതി മറ്റു ശിക്ഷാ വകുപ്പുകൾ പ്രകാരമുള്ള തടവ് ശിക്ഷ അനുഭവിച്ച ശേഷം മാത്രം ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അത് തീർച്ചയായും തൃപ്തികരമായ ഉത്തരവായിട്ട് അതിന് തോന്നിയിട്ടുള്ളത്. ഞങ്ങൾ കണക്കൂട്ടിയപ്പോൾ ഏകദേശം 30 വർഷത്തോളം പ്രതി ജയിലിൽ കിടന്നതിന് ശേഷം മാത്രമാണ് ഇത് കഴിഞ്ഞതിന് ശേഷമാണ് അയാളുടെ ജീവപര്യന്തം ശിക്ഷ ആരംഭിക്കുന്നത്. അത് തീർച്ചയായും ഒരു നല്ല വിധിയായിട്ട് തന്നെയാണ് പ്രോസിക്യൂഷൻ തോന്നിയിട്ടുള്ളത്. നമുക്ക് അറിയാം, ഡോക്ടർ വന്ദനാദാസ് എത്രയോ കാലം ജീവിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ സാമൂഹിക വിഷയങ്ങളിൽ ഇടപെടേണ്ട ഒരു ഡോക്ടറാണ്. അവർക്കാണ് ഇങ്ങനത്തെ ഒരു വലിയൊരു വിധി വന്നിരിക്കുന്നത്. അപ്പോൾ എന്നിട്ട് പോലും ഈ കേസിന് ദാരുണം അല്ലെങ്കിൽ അത് അപൂർവമായിട്ടുള്ള സംഭവം എന്ന് പറയുമ്പോൾ അതെന്തുകൊണ്ടാണ് ഇത് അപൂർവമായ കേസിന്റെ പരിധി വരുന്നതാണെന്നുള്ള വാദമാണ് പ്രോസിക്യൂഷൻ ഉയർത്തിയത്. പക്ഷെ കോടതി അപൂർവങ്ങളിൽ അപ്രകാരമുള്ള ഒരു ചട്ടക്കൂട്ടിൽ കേസ് വരുന്നില്ല എന്ന് കണ്ടെത്തിയത് കൊണ്ടാണ് ജീവപര്യന്തം ശിക്ഷ കോടതി വിധിച്ചത്. ഒരു പക്ഷേ അത് ഡോക്ടർ വന്ദനയോട് പ്രതിക്ക് മുൻവിരോധമുണ്ട് എന്നുള്ള ഒരു സാഹചര്യം ഇല്ലാതിരുന്ന കാരണത്താലായിരിക്കാം. എന്തായാലും അതിനെക്കുറിച്ച് ജഡ്ജ്മെന്റ് പരിശോധിച്ച ശേഷം ഉയർന്ന കോടതിയെ സമീപിക്കാൻ ഹൈക്കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യാൻ പ്രോസിക്യൂഷൻ റെക്കമെൻഡേഷൻ കൊടുക്കുന്നതാണ്.